ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MSN ട്രോൾ സീരീസിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സിറ്റിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് GTA ഒക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കും കൂടെ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനലിൽ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ വീട്ടിൽ കുറച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തു തുടങ്ങി. നമ്മളിവിടെ ബെഡൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. 3 ബെഡ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, വെറുതെ ഇട്ടിട്ടുണ്ട്. കിടക്കട്ടെ എന്ന് ആർക്കത്ര ബുദ്ധിമുട്ടേ. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും ലൈറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് താഴെ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ഷെയ്ഡർ ഇട്ടിട്ട് നല്ല ലാഗുണ്ട്, എന്നാലും വിഷയമില്ല. നമുക്ക് കുറച്ച് നേരം ഷെയ്ഡർ ഇട്ട് കളിക്കാം. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഓക്കെ, സിറ്റിയിലൊന്നും ആരുമില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളെ വെള്ളം, നമ്മളെ കടലാണ് ഗീസ്. അങ്ങോട്ട് കടലാണ്, ഇങ്ങോട്ട് ചെറിയൊരു പുഴ പോകുന്നു. നമ്മളെ സ്പോണിലോട്ട് പോകുന്ന പുഴയാണ്. പിന്നെ അവിടെ മല്ലു GT ഗെയിമർ വീടൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. പിന്നെ നമ്മളെ മിസ്റ്റർ കോഴി സിറ്റിയിലോട്ട് എത്തി കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ കോഴിയുടെ വീട് കാണാൻ പോവാം. പിന്നെ അവിടെ ആയിട്ടാണ് ആ പുതിയ ബിൽഡ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ. എൻ്റെ മറ്റേ സ്പൈ ഗ്ലാസ് കളഞ്ഞു പോയി ഗൈസ്. അപ്പം അത് വിഷയമില്ല. നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോഴിയുടെ വീട് കാണാം. അത് മെക്ഡൊണാൾഡ്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ പോയി കണ്ടില്ല, പോയി കണ്ട് നോക്കണം. നമ്മളെ കോഴി സിറ്റിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിയുടെ വീട് പണിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഷെയ്ഡർ നല്ല വൈബായിട്ടുണ്ടല്ലേ ഗൈസ്. 2 ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. ഒരു ഷെയ്ഡർ എനിക്ക് ഓൺ ആക്കാൻ പോലും വയ്യ. അത് ഓൺ ആക്കിയാൽ പിന്നെ അനങ്ങൂല, പിന്നെ ഫോൺ അനങ്ങൂല, അങ്ങനെ അങ്ങ് നിൽക്കും. ഈ ഷെയ്ഡർ പിന്നെ ഇട്ടുകൊണ്ട് കുറച്ച് നേരം കളിക്കാം. ഇത് ലൈറ്റ് ഷെയ്ഡേഴ്സ് എന്നാണ് പേര്. പലരും ചോദിച്ചു ഷെയ്ഡർ ഏതാണെന്ന്. അപ്പോൾ അത് ലൈറ്റ് ഷെയ്ഡേഴ്സാണ്. അങ്ങനെ കോഴിയുടെ വീട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കോഴിക്ക് വേണ്ടി കൊച്ചു കൂട് പോലത്തെ വീടാണ് കോഴി സെറ്റാക്കിയിരിക്കുന്നത്. ഗ്ലാസ്സൊക്കെ ഇവിടെയൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ചോളാം. നമുക്ക് അകത്തോട്ട് കയറി വെക്കാം. ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട് അവൻ. ഇല്ല, ഇൻറ്റീരിയർ ഒന്നുമില്ല, നമ്മളണക്ക് തന്നെ ഒഴിച്ചിട്ടേക്കുക. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതൊന്നും സീനില്ല. നമുക്കെന്നാലും താഴോട്ട് പോകാം. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഡോറങ്ങ് അടച്ചേക്കാം. ഞാൻ അതിൻ്റെ ഡോറ് തുറന്നിട്ടിട്ട് പോയെന്നുള്ളൊരു പരാതി വേണ്ട. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങനെ നടന്നു പോകാം. നടന്നിനി നമുക്ക് മെക്ഡൊണാൾഡ്സിലോട്ട് പോകാം. ഇനി വഴിയൊക്കെ സെറ്റാക്കണം ഗൈസ്. അവിടെ വഴിയും കാര്യങ്ങളും ഒന്നുമില്ല. വഴിയൊക്കെ സെറ്റാക്കണം. വഴി സെറ്റാക്കിയാലേ അത് ഒരു വൈബ് വരും. ഓ മൈ ഗോഡ്, ചുമ്മാ ആളെ തല്ലിയിട്ട് കൊല്ലാൻ വേണ്ടി അവ ഇവിടെ കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണോ എന്തോ. അപ്പോൾ നമ്മുടെ മെക്ഡൊണാൾഡ്സ് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് വേറെ അവിടെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിനകത്ത് ആരാണ്ടാ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ആരുമില്ലായിരുന്നു. ഇപ്പം അത് ആരാ നിൽക്കുന്നു ഗൈസ്. ഡേയ്, ഹലോ ഹലോ, മല്ലു GT ഗെയിമർ, നീ ആയിരുന്ന? ഇതിനകത്ത് എന്തൊരു പരിപാടി? എൻ്റെ വീട്ടിനകത്ത് എന്തൊരു പരിപാടി? ഓക്കെ. എടാ, ഇവിടെ മെക്ഡൊണാൾഡ്സ് വന്നെന്ന് കേട്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു മെക്ഡൊണാൾഡ്സ്. ഇവിടെ വഴിയൊന്നും സെറ്റ് ആയിട്ടില്ല ഗൈസ്. നമുക്ക് ഇനി വഴിയൊക്കെ പണിയണം, സെറ്റ് ആക്കണം. അപ്പോൾ ഇതാണ് മെക്ഡൊണാൾഡ്സ്. യെസ്, നമ്മൾ MSN പുതിയ മെക്ഡൊണാൾഡ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ടൈറ്റൻ പണിഞ്ഞതാണ്, MCX ടൈറ്റൻ പണിഞ്ഞതാണ്. യെസ്, അപ്പോൾ കൊള്ളാം ഗൈസ്, നല്ല ബിൽഡാണ്. നല്ല അത്യാവശ്യം ഒരു മോഡേൺ മെക്ഡൊണാൾഡ്സ്, നല്ല ഇച്ചിരി വലിപ്പമുള്ള ബിൽഡാണ്. അതെ, പുള്ളിയാണ് ഇപ്പോൾ ഇവിടെ. കാണാം. പുള്ളിയാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിവിടെ ബിൽഡൊക്കെ ചെയ്യണം, സെറ്റാക്കണം. ഓക്കെ, ഇവിടെ കൗണ്ടറാണോ? ഓക്കെ, ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി കാണാം. നീ കണ്ടേ ഇല്ലേ? എന്നാലും ഞാൻ ഇതൊക്കെ ഉണ്ടാ സംഭവം. കിടിലമായല്ലേ? അത് തന്നെ, ഡിസ്പ്ലേ ഓർഡർ ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാന്ന്. നല്ല ഹൈടെക് ആണല്ലേ അവൻ.
ഗൈസ് കുക്കീസ് നമുക്ക് നേരത്തെ കോഴി എടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് കുക്കീസ് നമ്മളതിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ എടാ കോഴി എന്ന് പറയുന്നത് ആരോ ആണ്, നമ്മളെ ദൈവം ഈ സിറ്റിയിലോട്ട് കൊണ്ടുവന്നതാണ് കോഴിയെ. ആ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടു. ആ ഒരു മഞ്ഞല്ലേ ഇവിടെ വെട്ടം കുറവടെ, ഷെയ്ഡ് ഇട്ടേക്കുന്നുണ്ടായിരിക്കും. ഓക്കെ പിന്നെ ഓക്കെ ടോയ്ലറ്റ് ഇതെന്തുവാടാ ഡോറില്ലാത്ത ടോയ്ലറ്റ്, ആൾക്കാർക്ക് പ്രൈവസി വേണ്ടേ? രണ്ടും അത് കണക്കാ. നമുക്ക് ഇതിനെതിരെ കേസെടുത്താലാ? ഞാൻ മേയറല്ലേ, നീ പോലീസല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇവന്റെ ലൈസൻസ് ഞാൻ സസ്പെൻഡ് ചെയ്യാം കേട്ടാ. അല്ലെ ഇവ ഇതിന് സാങ്ഷൻ ഒന്നും മേടിച്ചില്ല കേട്ടോ, ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. സംഭവം തുടങ്ങിയാന്നറിയത്തില്ല, അവിടെ കുറെ കുക്കീസ് വെച്ചിട്ടുണ്ട്. കച്ചവടം തുടങ്ങിയാ എന്താ അറിയത്തില്ല എനിക്ക്. അതെ അതെ അതെ. പിന്നെന്തായാലും ഇവിടെ വേറെ പ്രത്യേകിച്ച് ബിൽഡ് വല്ലതും വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ ഞാൻ കണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഞാൻ കണ്ടു. പിന്നെ ഈ ക്ലൗണ് വീട് വല്ലതും പണിഞ്ഞാടാ? ജിടി നീ മാസ്റ്ററിനെ വീണ്ടും കുഴിച്ചു മൂടിയാ? അവനെ കാണുന്നില്ലേ? ട്രിപ്പ് പോയേക്കാ? ശരി എന്നാ. ഞാൻ വിചാരിച്ച നിന്റെ ടീംമേറ്റ് എന്നും പറഞ്ഞ് നീ ക്ലൗണിനെ കൂടെ കൊണ്ടുപോയി തല്ലി കൊന്നു. ക്ലൗണിനെ കുറെ ദിവസം കൊണ്ട് കാണുന്നില്ല. പിന്നെ ജിടി ഒരു കാര്യം, ഇവിടെ ഒരാൾ മിസ്സിങ് ഉണ്ട്. നമ്മളെ പഴയ സിറ്റിന്ന് ഇതേവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ നീ ഒന്നും പോയിട്ട് പഴയ സിറ്റിയിലൊന്ന് പോയി അന്വേഷിക്കണം കേട്ടോ. അവിടുത്തെ വോൾക്കാനോടെ ആ ഒരു ഏരിയ ഒക്കെ പോയി ഒന്ന് പരിശോധിക്കണം. കിങ്സ് ഹോളിനെ കുറിച്ച്. കിങ്സ് ഹോൾ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് കിങ്സ് ഹോളിന് പകരം വേറെ ആർക്കെങ്കിലും എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് ഒരുത്തുണ്ട്. അപ്പൊ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടാണേ. ഇപ്പൊ ഇവിടെ സിറ്റിയിൽ പോപ്പുലേഷൻ കൂടി വരെ, അപ്പം കിങ്സ് ഹോൾ ഇല്ലെങ്കിൽ മാത്രം അവനെ കൊണ്ടുവരാന്ന് വിചാരിച്ചതാ. ഓക്കെ. അല്ലെ അവൻ ഈ നഗരത്തിലോട്ട് വരണമെന്നും പറഞ്ഞിരിക്കുക. അവൻ്റെ ഒരു സിറ്റി വലിയ സിറ്റിയാണ്, പക്ഷെ അവിടെ ഉള്ള ആൾക്കാരെല്ലാം അവനെ ഒറ്റപ്പെടുത്തി അവനിപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പേര് ഷനഫിൽ എന്ന് പറയും. ഓക്കെ. ആ ഹെലികോപ്റ്ററൊക്കെ റെഡിയാക്കാം. നീ പോവെങ്കിൽ ഹെലികോപ്റ്റർ സെറ്റാക്കി തരാം. പിന്നെ ജിടി വേറൊരു കാര്യം, ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ ഡ്രോൺ പറത്തി നോക്കിയപ്പോൾ നിന്റെ വീട്ടിന്റെ മണ്ടയിൽ ഹെലിപാഡ് ഉണ്ടല്ലോ. അതൊക്കെ എന്തൊരു സംഭവം? ഓക്കെ 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 സെറ്റ് അത് ചോദിച്ചതാ. സ്പോണിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും. എനിക്കൊരു സ്പൈ ഗ്ലാസ് എടുക്കണം. അതിനാണ് ഞാൻ ഇവിടെ കുറേ നേരം കറങ്ങി നടക്കുന്നത്. എൻ്റെ സ്പൈ ഗ്ലാസ് കളഞ്ഞു വേടാ. ഓ എനിക്ക് സ്പൈ ഗ്ലാസ് വേണം. അല്ല മോഡ് ഇടണം. അത് സൂം മോഡല്ലേ, അത് വർക്കാവോ എന്തോ ഫോണില്? സ്പൈ ഗ്ലാസ് ഇല്ലേടാ? കിട്ടി. എൻ്റെ ഫേവറേറ്റ് സാധനം കിട്ടി, സ്പൈ ഗ്ലാസ്. സെറ്റാണ്, സ്പൈ ഗ്ലാസ് ഒക്കെ കിട്ടി. നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് സ്പൈ ഗ്ലാസ്. യെസ് ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മറ്റേ ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത മറ്റേ ദിവസം കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് സൈനിങ് ഓഫ്. ബൈ.